ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. 1ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഗണിതം മാത്സിൻ്റെ 2025-26 ഓണപ്പരീക്ഷയുടെ ചോദ്യപേപ്പറും ഉത്തരങ്ങളുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ടേം എക്സാമിൻ്റെ ചോദ്യപേപ്പർ. ആദ്യത്തെ ചോദ്യം എന്താണ്? പ്രവർത്തനം 1, വരക്കാം, നിറം നൽകാം. ഇപ്പോൾ ചതുരങ്ങളുണ്ട്, ഇവിടെ സ്ക്വയർ ഉണ്ടല്ലേ, അതിന് ചുവപ്പ് നിറമാണ് നൽകേണ്ടത്. പിന്നെന്താണ്? ട്രയാങ്കിൾ അല്ലേ, ത്രികോണങ്ങൾക്ക് മഞ്ഞ നിറം, സർക്കിളിലെ വട്ടങ്ങൾക്ക് നീല നിറമാണ് നൽകേണ്ടത്. അപ്പോൾ വരക്കാനുണ്ട്, നിറം നൽകാനുണ്ട്. ഇങ്ങനെ ഡോട്ട് ഇട്ടതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ വരക്കുക. ഡോട്ട്സ് ഇട്ടതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ വരക്കുകയും വേണം. ചതുരങ്ങൾക്കെല്ലാം ചുവപ്പ് നിറം നൽകണം. അപ്പോൾ ഇതിനെല്ലാം എന്ത് നിറം? ചുവപ്പ് നിറം നൽകണം. ഇവിടെ ഒക്കെ ചുവപ്പ് അല്ലേ, ചതുരങ്ങളൊക്കെ നോക്കൂ, സ്ക്വയേഴ്സിനെല്ലാം ചുവപ്പ് നിറം നൽകുകയും വേണം. ഇവിടെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഇവിടെ ഉണ്ടല്ലേ ചതുരം, അപ്പോൾ ഇവിടേക്കും ഇവിടെ ഡോട്ട് ഉണ്ട്, അപ്പോൾ ഇവിടേക്കും നമ്മൾ ചതുരം വരയ്ക്കേണ്ടതാണ്. ഇങ്ങനെയല്ലേ, ഇതേപോലെ ഈ ചതുരം ഇങ്ങോട്ട് വരക്കുക, എന്നിട്ട് ഇങ്ങനെ കളർ കൊടുക്കുക. ഇവിടെയും ഡോട്ട്സ് ഉണ്ടല്ലേ, അവിടെ വരക്കുക, എന്നിട്ട് ചതുരമാക്കി കളർ കൊടുക്കുക. നമ്മൾ ട്രയാങ്കിൾസ്, ത്രികോണങ്ങൾക്ക് മഞ്ഞ നിറമാണ് നൽകേണ്ടത്. ത്രികോണങ്ങൾ അല്ലേ, അതിനൊക്കെ മഞ്ഞ നിറം നൽകുക. ത്രികോണങ്ങൾക്ക് എത്ര സൈഡാണുള്ളത്? 3. ഇവിടെ വരക്കുകയും വേണം, നിറം നൽകുകയും വേണമല്ലോ. ഡോട്ടുള്ളത് കൂടെ വരച്ചിട്ട് നിറം നൽകുക. ഇനി എന്താണ്? വൃത്തം അല്ലേ, സർക്കിളിന് നീല നിറം. അപ്പം നീല നിറമാണ് സർക്കിളിനല്ലേ. വൃത്തം ഇവിടെയുണ്ട്, 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 ഇവിടെയുണ്ട്. അപ്പോൾ വൃത്തിയിൽ മനോഹരമായിട്ട് കളർ കൊടുക്കുക. അപ്പോൾ സർക്കിളിനെല്ലാം നീല നിറം നൽകാം അല്ലേ. അപ്പം നീല നിറം സർക്കിളിന്, മഞ്ഞ നിറം ട്രയാങ്കിൾ അല്ലേ, ത്രികോണങ്ങൾക്ക്, ചതുരം അല്ലേ, സ്ക്വയറിനെല്ലാം ചുവപ്പ് നിറം നൽകുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, രണ്ടാമത്തെ പ്രവർത്തനം 2, എണ്ണി എഴുതാം. പൂക്കൾ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് എത്ര എണ്ണമുണ്ട്? റോസാപ്പൂവാണ് ഇത് അല്ലേ, റോസ് എന്നുള്ള കോളത്തിൽ ഇത് എത്ര ഉണ്ട്? 1, 2, 3 അല്ലേ, 3 എണ്ണമുണ്ട് അല്ലേ. 1, 2, 3. അപ്പോൾ 3 അല്ലേ, 3 എന്ന് ഈ കോളത്തിൽ എഴുതാം. ഇനി ചെമ്പരത്തി എത്രയുണ്ട്? 1, 2, 3, 4 4 എണ്ണമുണ്ട്. 4 അല്ലേ, 1, 2, 3, 4. അപ്പോൾ ചെമ്പരത്തി 4. ഇനി മുല്ലപ്പൂ അല്ലേ, ജാസ്മിൻ എത്രയുണ്ട്? 1, 2, 3, 4, 5, 6. അപ്പോൾ 6 എണ്ണമുണ്ട്. അപ്പോൾ അത് ഓരോന്നും അതിൻ്റെ താഴെ ബോക്സിൽ എഴുതുക. കൂടുതൽ ഏത്? ഇതിലേതാണ് കൂടുതൽ? 6 അല്ലേ ഏറ്റവും വലിയ നമ്പർ? മുല്ലയാണ്. അപ്പോൾ മുല്ല എന്ന് ഈ ബോക്സിൽ എഴുതുക. മുല്ല എത്ര എണ്ണം കൂടുതലാണ്? മുല്ല 6 ആണ് അല്ലേ, 6 എണ്ണമുണ്ട്. കുറവ് ഏത്? ഏറ്റവും കുറവ് ഏതാണ്? 3 അല്ലേ. 3 ഉള്ളത് ഏതാണ്? റോസാപ്പൂവാണ് ഏറ്റവും കുറവ്. എത്രയാണ്? 3 അല്ലേ, 3 ആണ് ഏറ്റവും ചെറുത് അല്ലേ. അപ്പോൾ ഏറ്റവും കുറവ് റോസാപ്പൂവാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ വിച്ച് വൺ ഈസ് മോർ അല്ലേ, ഏറ്റവും കൂടുതൽ. വിച്ച് വൺ ഈസ് മോർ, കൂടുതൽ ഏത്? ഹൗ മെനി, എത്രയുണ്ട് എന്ന് എഴുതുക. വിച്ച് വൺ ഈസ് ലെസ് അല്ലേ, ഏറ്റവും കുറവ്. ലെസ് ഏതാണ്? റോസ് അല്ലേ. അപ്പോൾ എത്രയാണ്? 3 എന്ന് എഴുതുക. ഓക്കെ, അടുത്ത ചോദ്യം പ്രവർത്തനം 3. മൂന്നാമത്തെ ചോദ്യം എന്താണ്? നിറം നൽകാം, എഴുതാം. അപ്പോൾ 2 ചുവപ്പ് പൂക്കൾ അല്ലേ, 2 എണ്ണത്തിന് ചുവപ്പ് നിറം നൽകുക. 3 മഞ്ഞ. ഇവിടെ ബോക്സിൽ താഴെ എന്താണ് തന്നിട്ടുള്ളത് നോക്കുക. 2 ചുവപ്പ്, 3 മഞ്ഞ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 2 പൂക്കൾക്ക് ചുവപ്പ് നിറവും 3 പൂക്കൾക്ക് മഞ്ഞ നിറവും നൽകണം. അപ്പോൾ 2 ചുവപ്പാണ് അല്ലേ. അപ്പോൾ 2 പൂക്കൾക്ക് നമുക്ക് ചുവപ്പ് നിറം നൽകാം അല്ലേ. ഈ 2 പൂക്കൾക്ക് നിങ്ങൾ ചുവപ്പ് നിറം നൽകുക. ഇനി 3 പൂക്കൾക്ക് എന്ത് നിറമാണ്? മഞ്ഞ നിറം നൽകണം. ബാക്കി 3 പൂവല്ലേ ഉള്ളത് അല്ലേ. 3 പൂക്കൾക്ക് മഞ്ഞ നിറം വൃത്തിയിൽ കൊടുക്കണേ, ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നതാണ്. ഇനി അതുപോലെ 4 ചുവപ്പ്, 1 മഞ്ഞ അല്ലേ. ഒരു പൂവിന് മഞ്ഞ നിറം നൽകാം. 4 എണ്ണത്തിന് ചുവപ്പ് അല്ലേ, 4 പൂക്കൾക്ക് ചുവപ്പ് നിറം നൽകാം. 4 പൂക്കൾക്ക് ചുവപ്പ് നിറം. അപ്പോൾ 4 പൂക്കൾക്ക് ഇങ്ങനെ ചുവപ്പ് നിറം അല്ലേ. 1, 2, 3, 4. 4 പൂക്കൾക്ക് ചുവപ്പ് അല്ലേ, 4 ചുവപ്പ്. 1, 2, 3, 4 അല്ലേ, 4 ചുവപ്പ്, 1 മഞ്ഞ. അപ്പോൾ ഇതുപോലെ ഇവിടെ എത്ര ചുവപ്പ് എടുക്കാം, എത്ര മഞ്ഞ എടുക്കാം അല്ലേ? 5 എണ്ണം വരുന്നുണ്ടല്ലേ. ഇവിടെയൊക്കെ 5 വേറെ ഏത് രീതിയിൽ എടുക്കാം? 2, 3, 5 അല്ലേ. 2 ചുവപ്പ്, 4 ചുവപ്പ്. ഇനി നമുക്ക് 3 ചുവപ്പ് എടുത്തൂടെ അല്ലേ. 3 ചുവപ്പും 2 മഞ്ഞയും 5 പൂക്കളാണ് അല്ലേ. 5 പൂക്കളല്ലേ ഇതുള്ളത്? 3, 4, 5. 1, 2, 3, 4, 5 അല്ലേ. 5 പൂക്കൾ. 5 പൂക്കളിൽ 3 എണ്ണത്തിന് നമുക്ക് ചുവപ്പ് നിറം നൽകാം. 3 പൂക്കൾ, 2 എണ്ണത്തിന് മഞ്ഞ നിറം അല്ലേ. 2 പൂക്കൾക്ക് മഞ്ഞ നിറം.
അപ്പോൾ ആകെ 5 പൂക്കളായി അല്ലേ. അപ്പോൾ ഓരോ രീതിയിലല്ലേ, ആദ്യം നമ്മൾ 4 എണ്ണത്തിന് ചുവപ്പും 1 മഞ്ഞയും കൊടുത്തു അല്ലേ. ഇനി നമുക്ക് 3 എണ്ണത്തിന് ചുവപ്പും 2 എണ്ണത്തിന് മഞ്ഞയും കൊടുക്കാം. ഇനി അടുത്തത് 4ാമത്തെ ചോദ്യം, എണ്ണി എഴുതാം, വരച്ച് ചേർക്കാം. അപ്പോൾ എണ്ണി എഴുതാനും വരച്ച് ചേർക്കാനുമുണ്ട്. എത്ര എണ്ണം ഉണ്ട് എന്ന് എണ്ണി നോക്കുക. 1 2 3 4 5 6 6 പൂക്കളാണ്. അപ്പോൾ ഇവിടെ 6 എന്ന് എഴുതുക. 1 2 3 4 5 6 അല്ലേ, 6 എണ്ണമുള്ളത്. അപ്പോൾ 6 എന്ന് എഴുതാം. ഇവിടെ എണ്ണു 1 2 3 4 5 6 7 7 എണ്ണം, 7 പൂക്കളുണ്ട്. അപ്പോൾ 7 എന്ന് എഴുതാം. ഇവിടെ എത്ര പൂക്കളുണ്ട്? 1 2 3 4 5 6 7 8 8 പൂക്കളില്ലേ, 8 എണ്ണം ഉണ്ട്. 1 2 3 4 5 6 7 8. ഇനി ഇവിടെ എത്ര വേണം? 9 എണ്ണം വേണമല്ലേ. ഇവിടെ 6, ഇവിടെ 7, ഇവിടെ 8, ഇവിടെ 9 എണ്ണം വേണം. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5. ഇനി എത്ര എണ്ണം വരക്കണം? 6 7 8 9 അല്ലേ. 9 ആവാൻ 4 എണ്ണം കൂടി വരക്കണം. 4 പൂക്കൾ കൂടി നിങ്ങൾ മനോഹരമായിട്ട് ഇങ്ങനെ പൂക്കൾ പോലെ അല്ലേ, ഇതേപോലത്തെ പൂക്കളാക്കി വരക്കുക. 4 പൂക്കൾ കൂടി വരച്ചാൽ 9 പൂക്കളായി അല്ലേ. അപ്പോൾ ഇവിടെ 9 എന്നാണ്, 9 ആണ് തന്നത്. ഇവിടെ 9 പൂക്കളുണ്ടോ? ഇല്ല. 1 2 3 4 5 ഉള്ളൂ. അപ്പോൾ 6 7 8 9. ഇപ്പോൾ 9 പൂക്കളായില്ലേ, 9 പൂക്കളായി. അപ്പോൾ 9 ഫ്ലവേഴ്സ് അല്ലേ. 9 ഫ്ലവേഴ്സ് ആവാൻ എത്ര കൂടെ വേണം? അത് വരക്കുക. അടുത്തത് 5ാമത്തെ ചോദ്യം, പ്രവർത്തനം 5, എണ്ണം കൂട്ടി എഴുതാം. മനിതയ്ക്ക് കിട്ടിയ പൂക്കൾ കലാമിന് കിട്ടിയ പൂക്കളുണ്ട്. അപ്പോൾ ഈ പൂ ഏതാണ്? പൂക്കളുടെ എണ്ണം 5ഉം 2ഉം. അപ്പോൾ ഇതെന്താണ്? എണ്ണം കൂട്ടി എഴുതാം, എണ്ണിയിട്ട് കൂട്ടി എഴുതാനുള്ളതാണ്. മനിതയ്ക്ക് ഈ പൂക്കൾ എത്ര എണ്ണം കിട്ടിയിട്ടുണ്ട്? 1 2 3 4 5 അല്ലേ, 5 പൂക്കളുണ്ട്. ഇവിടെ 2 അല്ലേ, കലാമിന് 2 1 2. അപ്പോൾ 5ഉം 2ഉം അല്ലേ ഈ പൂക്കൾ. ആകെ എത്രയുണ്ട്? 5 2 അല്ലേ. 5 2 എത്രയാണ്? 5 6 7 അല്ലേ. ഇത് 5 6 7 അല്ലേ. 5 എണ്ണം ഉണ്ട്. 1 2 3 4 5 6 7 അല്ലേ. 5 2ഉം കൂട്ടിയാൽ 7 ആണല്ലേ, 7 ആണ്. ഇനി ഈ പൂക്കൾ ഏതാണ്? ഈ പൂക്കൾ 1 2 3 അല്ലേ, 3 എണ്ണമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ എത്ര ഉണ്ട്? 4 എണ്ണം. 1 2 3 4 അല്ലേ. അപ്പോൾ 3ഉം 4ഉം കൂട്ടിയാൽ എത്രയാണ്? ഇവിടെ 1 2 3 4 5 6 7 അല്ലേ, ടോട്ടൽ 7 അല്ലേ. എന്ന് എഴുതാം അല്ലേ. കൂട്ടി നോക്കുക അല്ലേ, 3ഉം 4ഉം കൂട്ടിയല്ലേ, 3ലേക്ക് 4 കൂട്ടിയാൽ 7. ഇനി ഈ പൂക്കളുടെ എണ്ണം എത്രയാണ്? ഈ പൂക്കൾ ഇവിടെ 1 ആണ്. ഇവിടെ എത്ര ഉണ്ട്? 1 2 3 4 5. അപ്പോൾ 5ഉം 1ഉം കൂട്ടിയാൽ 5ലേക്ക് 1 കൂട്ടിയാൽ 6 അല്ലേ, 6 അല്ലേ. ഇവിടെ 1 ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ 1 എന്ന് എഴുതാം. ഇവിടെ എത്ര ഉണ്ട്? 5 എണ്ണം. അപ്പോൾ 1ഉം 5ഉം 6 അല്ലേ, 1ഉം 5ഉം 6. അപ്പോൾ ഇത്രയായിരുന്നു കഴിഞ്ഞ വർഷത്തെ 2025-26 മാത്സ് ഗണിതത്തിൻ്റെ ചോദ്യപേപ്പറിൽ നിന്നും ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ബോക്സ് വഴി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കല്ലേ. നിങ്ങളുടെ ഓരോ കൂട്ടുകാരുടെയും പേരുകൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.